ഹലോ ഫ്രണ്ട്സ്, ബാക്കിലേക്ക് അതെല്ലാം വിധത്തിൽ സ്കേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ലെഫ്റ്റ് ലെഗ് അതുപോലെ തന്നെ വെക്കാം, റൈറ്റ് ലെഗ് ഇങ്ങനെ സി ആകൃതിയിൽ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാം. അടുത്തത് എ ഷേപ്പിൽ ലെഗ് വെക്കാം. ഇതുപോലെ എ ഷേപ്പിൽ ലെഗ് വെക്കാം, എ ഷേപ്പിൽ. എന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഓരോ ലെഗ് പുഷ് ചെയ്യാം. എ ഷേപ്പിൽ വെച്ചിട്ട് ഓരോ ലെഗ് ഇങ്ങനെ ബാക്കിലേക്ക് അതൊക്കെ പുഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാം. അടുത്തത് രണ്ട് ലെഗും എ ഷേപ്പിൽ വെച്ചിട്ട് ഓരോ ലെഗ് ഇതുപോലെ ഓരോന്ന് മാറി ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാം. അടുത്തത് എ ഷേപ്പിൽ വെക്കുന്ന ലെഗ് വൃത്താകൃതിയിൽ ഇങ്ങനെ കൊണ്ടുവരാം. അതായത് ബി ഷേപ്പിലും എ ഷേപ്പിലെ ലെഗ് ബി ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഈ ബി ഷേപ്പിലിരിക്കുന്ന ലെഗ് എ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. എ ഷേപ്പിൽ നിന്ന് ബി ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ഇതുപോലെ സ്കേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയിലൂടെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. സ്കേറ്റിംഗ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കുറേ പ്രാക്ടീസ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അപകട സാധ്യത കുറവായിരിക്കും. കാരണം നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ടൈലിട്ട ഇതാണല്ലോ, ലെവലായിരിക്കും. അപ്പോൾ തന്നെ കല്ലും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് സ്കേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ സേഫ്റ്റി കാർഡൊക്കെ മസ്റ്റായിട്ട് വെക്കുന്നതല്ല. കാരണം വല്ല തലയൊക്കെ ചെന്നപ്പോൾ തലയൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇനി ഈ കാർഡ്, എൽബോ, അതുപോലെ ഹെൽമെറ്റ് എല്ലാം ധരിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും. ഇത് കണ്ടു തന്നെ നിങ്ങൾക്ക് 90% ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.